ഇനി നമുക്കുള്ളത് കുറച്ച് ഇന്നിക്വാളിറ്റീസ് ആണ്. മീൻ വാല്യൂ തിയറം വെച്ചിട്ട് കുറച്ച് ഇന്നിക്വാളിറ്റീസ് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഇ റേസ് ടു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + x ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ഒരു റിയൽ നമ്പർ ആണ് എങ്കിൽ ഇ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + x എന്ന്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സും എന്ത് തന്നെയായിരിക്കും, ഇ റേസ് ടു എക്സ് ആയിരിക്കുമല്ലോ. അപ്പം എഫ് ഓഫ് എക്സ് നമ്മൾ ഇ റേസ് ടു എക്സ് എടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സും ഇ റേസ് ടു എക്സ് ആയിരിക്കും. എല്ലാ റിയൽ നമ്പറിനും എഫ് ഡാഷ് ഓഫ് എക്സും സെയിം തന്നെയായിരിക്കും. ഇനി നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുക്കുവാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഈ ഗ്രേറ്റർ ദാൻ 1 ആയി. കാരണം ഇയുടെ വാല്യൂ 2.7 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ഇത് 1 ആയിരിക്കും. അല്ലാത്ത എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എഗെയിൻ ഇഫ് എക്സ് ലെസ് ദാൻ 0 ഇ റേസ് ടു എക്സ് വിൽ ബി ലെസ് ദാൻ 1. എക്സ് 0യേക്കാളും കുറവാണെങ്കിൽ അത് 1/2 പോയിന്റ് സംതിങ് ഫോമിൽ വരുമല്ലോ, അല്ലെങ്കിൽ 2.7 റേസ് ടു മൈനസ് പവേഴ്സ് വരുമ്പോഴത്തേക്കും അത് ലെസ് ദാൻ 1 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Therefore എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 if എക്സ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 1 if എക്സ് ലെസ് ദാൻ 0 എന്ന് നമുക്ക് പറയാമല്ലോ. അതിൽ നിന്ന് വേണം നമുക്കിത് ഈ റിലേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുക്കുവാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 1 ആണ് നമ്മൾ കണ്ടു. ഇനി 0x എന്നുള്ള ഇൻട്രവലിൽ നമുക്ക് മീൻ വാല്യൂ തിയറം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ എക്സ് പോസിറ്റീവ് എടുത്തു. അപ്പോൾ 0x എന്നുള്ള ഇൻട്രവലിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എടുക്കുവാണെങ്കിൽ മീൻ ഇ റേസ് ടു എക്സ് ഡിഫറൻഷ്യബിളും ആണ്, കണ്ടിന്യൂസും ആണ്. സോ മീൻ വാല്യൂ തിയറം അനുസരിച്ച് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് 0, where c belongs to the open interval 0x എന്ന് പറയാം. അപ്പം സി എന്ന് പറയുന്ന ഈ 0x എന്നുള്ള ഇൻ്റർവെല്ലിലെ പോയിന്റ് ആണ്. പിന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഇ റേസ് ടു 0 1 ആണ്, മൈനസ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഇ റേസ് ടു സി ഇൻറ്റു എക്സ് എന്ന് പറയും. ഇനി സി എന്ന് പറയുന്നത് 0xലെ ഒരു പോയിന്റ് ആയതുകൊണ്ട് സി എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0xലെ പോയിന്റാണ്. നമുക്കറിയാം ഇ റേസ് ടു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ സി എന്ന് പറയുന്നത് 0xലെ പോയിന്റ് ആയതുകൊണ്ട് ഇ റേസ് ടു സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ 1 വെച്ച് അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ സം നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതിനെ ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ അതെന്തായാലും ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കുകയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. കാരണം ഇത്രേ ഉള്ളൂ. നമ്മൾ മീൻ വാല്യൂ തിയറം എടുത്തപ്പം ഈ സി എന്നുള്ള പോയിന്റ് 0x എന്നുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിലെ പോയിന്റാണ്. 0x എന്നുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിലെ പോയിന്റ് ആയതുകൊണ്ട് ഇ റേസ് ടു സി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇ റേസ് ടു സി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇ റേസ് ടു സി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ എക്സ് ഇംപ്ലൈസ് ഇ റേസ് ടു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 + x ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അതിനെ ഇനിക്വാളിറ്റി 1 എന്ന് എടുക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ 1 + x നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ഓർക്കേണ്ട കാര്യം എക്സ് ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 0 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പം ഇ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എക്സ് ലെസ് ദാൻ 0 വരുമ്പം ഇ റേസ് ടു എക്സ് ലെസ് ദാൻ 1. എന്നിട്ട് 0x എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്തു. മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് 0 എന്ന് കിട്ടും. ഈ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് സി ഈ ഇൻ്റർവെല്ലിലെ പോയിന്റ് ആയതുകൊണ്ട് ഇ റേസ് ടു സി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടും. അതിന് ഇനിക്വാളിറ്റി 1 എന്ന് വിളിച്ചു. ഇനി നമുക്ക് എക്സ് ലെസ് ദാൻ 0 എന്നുള്ള കേസ് നോക്കാം. എക്സ് ലെസ് ദാൻ 0 വരുമ്പം നമ്മൾ എക്സ് 0 എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു 0 മൈനസ് എക്സ്, വേർ സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ x0. അപ്പോൾ സി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 വരുന്നൊരു നമ്പറാണ്.
അപ്പം നമുക്ക് ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സി ഇൻറ്റു മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു സി എക്സ് എന്ന് വരും. ഇനി ഇ റേസ് ടു സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കില്ല. കാരണം ഈ 0 എക്സ് 0 എന്നുള്ള ഇൻ്റർവെല്ലായത്. അപ്പോൾ എക്സ് നെഗറ്റീവ്, എക്സ് എന്ന് പറയുന്ന നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പം ഇ റേസ് ടു സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഇ റേസ് ടു സി ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് 1 മൈനസ് ഇ റേസ് ടു എക്സ് ഈസ് ലെസ് ദാൻ, ഈ ലെസ് ദാൻ 1 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കിട്ടും. അപ്പം നമുക്ക് 1 പ്ലസ് എക്സ് ഈസ് ലെസ് ദാൻ ഇ റേസ് ടു എക്സ്, അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതിന് ഇനിക്വാളിറ്റി 2 എന്ന് കിട്ടും. അപ്പം നമുക്ക് 1ഉം 2ൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? ഇ റേസ് ടു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും നമുക്ക് ഇ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 1 ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എക്സ് എന്ന് കിട്ടി. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്, 1 പ്ലസ് എക്സ് എന്ന് പറയുന്നതും 1 ആണ്. Therefore, when x is equal to 0, e raised to x is equal to 1 plus x എന്ന് പറയാം. കാരണം e raised to 0യും 1 plus xും ആ കേസിൽ 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഇനിക്വാളിറ്റി ഇ റേസ് ടു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇഫ് എക്സ് ഫോർ ഓൾ എക്സ്, അല്ലെ, എല്ലാ റിയൽ നമ്പേഴ്സിനും ഇ റേസ് ടു, കാരണം ഗ്രേറ്റർ ദാൻ 0 ആണ് ലെസ് ദാൻ 0 ആണെങ്കിലും ഈ ഇനിക്വാളിറ്റി ഉണ്ട്. ഈക്വൽ ടു 0യിൽ ഇത് ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് നമുക്ക് സൈൻ എക്സിൻ്റെ റിലേഷനാണ് വേണ്ടത്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണല്ലോ വരുന്നത്. ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും. പിന്നെ കോസിൻ്റെ വാല്യൂ നമുക്കറിയാം എപ്പോഴും -1നും +1നും ഇടയ്ക്കാണ് വരുന്നത്. ഇതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തിട്ട് 0x എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തിട്ട് 0x എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് 0 where c belongs to ഓപ്പൺ ഇൻ്റർവെൽ 0x എന്ന് നമുക്ക് പറയാം. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? സൈൻ എക്സ് മൈനസ് സൈൻ 0 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് കോസ് സി ഇൻറ്റു എക്സ് എന്ന് നമുക്ക് പറയാമല്ലോ. ഇനി എക്സ് പോസിറ്റീവാണ്, അപ്പോൾ സൈൻ എക്സ് സൈൻ 0 ആണ് ഈസ് ഈക്വൽ ടു കോസ് സി ഇൻറ്റു എക്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് കോസ് സി. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. ഇനി ഇക്വേഷൻ 1ൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മളതിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് എക്സ് എന്ത് റിയൽ നമ്പർ എടുത്താലും കോസ് എക്സിൻ്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കാണ് നമ്മൾ ഇനിക്വാളിറ്റി 1ൽ പറഞ്ഞു. അപ്പം കോസ് സിയുടെ വാല്യൂം നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1നും +1നും ഇടയ്ക്കാന്ന് പറയാൻ പറ്റുമല്ലോ. ഇനി നമ്മളിതിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് പോസിറ്റീവായിട്ടുള്ളത് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു +x എന്ന് പറയാം. ഇതിനെ ഇനിക്വാളിറ്റി 3 ആക്കി എടുക്കാം. അപ്പം നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമ്മൾ എടുത്തപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ മതി. നമുക്ക് ഇക്വേഷൻ 2ൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് സി എന്നുണ്ട്. കോസ് സിയുടെ വാല്യൂ -1നും +1നും ഇടയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയാം. അപ്പം 2ഉം 3യും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോസ് സിക്ക് പകരം സൈൻ എക്സ് കൊടുക്കാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. വെൻ എക്സ് ഈക്വൽ ടു 0 ഇതെല്ലാം 0 ആയി പോകുമല്ലോ. therefore we can say that -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ആകെ 2 റിസൾട്ടേ യൂസ് ചെയ്തുള്ളൂ. നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എടുത്തു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എടുത്തപ്പോൾ നമുക്ക് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള റിലേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇനി മീൻ വാല്യൂ തിയറി ഇതിന് അപ്ലൈ ചെയ്തു. മീൻ വാല്യൂ തിയറി അപ്ലൈ ചെയ്യുമ്പം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് കോസ് സി എന്ന് കിട്ടി. ഇനി നമ്മൾ കോസ് സിയുടെ വാല്യൂ -1നും +1നും ഇടയ്ക്ക് ആയതുകൊണ്ട് എക്സ് കോസ് സിയുടെ വാല്യൂ -xനും +xനും ഇടയ്ക്കാണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ അങ്ങനെ കിട്ടി ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി എക്സ് ഈക്വൽ ടു 0യിൽ ഇത് എല്ലാ വാല്യൂസും 0 ആയി പോകും. അപ്പം നമുക്ക് ആ റിലേഷൻ കിട്ടും. അടുത്തത് ബെർണോളിസ് ഇനീക്വാളിറ്റിയാണ്. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ 1 + x റേസ് ടു ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + ആൽഫ എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ -1 വിത്ത് ഇക്വാളിറ്റി ഒക്കറിങ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഉള്ളൂ. എക്സ് 0 വരുമ്പോൾ മാത്രമേ ഇക്വാളിറ്റി വരുന്നുള്ളൂ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് ഫിക്സ് ചെയ്യണം. എഫ് ഓഫ് എക്സ് നമ്മൾ 1 + x റേസ് ടു ആൽഫ എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 + x റേസ് ടു ആൽഫ -1 എന്ന് കിട്ടും. വേർ എക്സ് ലെസ് ദാൻ -1. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു 1 + x റേസ് ടു ആൽഫ -1 വേർ എക്സ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അല്ല എക്സ് ഗ്രേറ്റർ ദാൻ -1. ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് ഇങ്ങനെ കിട്ടി. പക്ഷെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ 0x എന്നുള്ള ഇൻട്രവലിൽ നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു എക്സ് -0 വേർ സി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രവൽ 0. അപ്പോൾ സി പോസിറ്റീവാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 1 + x റേസ് ടു ആൽഫ മൈനസ് അടുത്തത് എഫ് ഓഫ് 0. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തേക്കുന്നതുകൊണ്ട് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താ 1 റേസ് ടു ആൽഫ 1 അല്ലേ വരുന്നത് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു 1 + c റേസ് ടു ആൽഫ -1 ഇൻറ്റു എക്സ് വരും. അപ്പോൾ നമുക്ക് 1 + x റേസ് ടു ആൽഫ -1 ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 + c റേസ് ടു ആൽഫ -1 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇനി സി നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ്. സി ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ആൽഫ ഗ്രേറ്റർ ദാൻ 1. ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ആൽഫ -1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആൽഫ ഗ്രേറ്റർ ദാൻ 1 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ -1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സി പോസിറ്റീവാണ്. അപ്പോൾ 1 + c എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് 1 + c എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ 1 + c റേസ് ടു ആൽഫ -1 ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ളൊരു നമ്പറിനെ പോസിറ്റീവ് പവർ വെച്ച് എടുക്കുമ്പോൾ അതെന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സി ഗ്രേറ്റർ ദാൻ 0. കാരണം സി എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിലെ പോയിന്റ് ആയതുകൊണ്ട് സി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആൽഫ ഗ്രേറ്റർ ദാൻ 1 എന്ന് തന്നേക്കുന്നതുകൊണ്ട് ആൽഫ -1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ 1 + c ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള നമ്പറിനെ പോസിറ്റീവ് ആയിട്ടുള്ള പവർ വെച്ച് എടുക്കുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 1 + c റേസ് ടു ആൽഫ റേസ് -1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 1 + x റേസ് ടു ആൽഫ -1 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ എക്സ് എന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ഇതിനെ നമ്മൾ ഗ്രേറ്റർ ദാൻ 1 വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ആൽഫ എക്സ് ഇൻറ്റു ഗ്രേറ്റർ ദാൻ 1 വരുന്ന നമ്പറാണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ആൽഫ എക്സ് എന്ന് പറയാം. അപ്പോൾ 1 + x റേസ് ടു ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1 + ആൽഫ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് 1 + x റേസ് ടു ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1 + ആൽഫ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ നമുക്ക് ആ ഇൻഇക്വാളിറ്റി കിട്ടി. അപ്പോൾ ചെയ്ത പ്രോസസ്സ് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിനാണ് ഇത് അപ്ലൈ. എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ നമ്മൾ മീൻ വാല്യൂ തിയറം എടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ കിട്ടി. ഇവിടെ സിയും പോസിറ്റീവാണ്. ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് 1 + c റേസ് ടു ആൽഫ -1 ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ 1 + x റേസ് ടു ആൽഫ -1 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1 + x റേസ് ടു ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1 + ആൽഫ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0യിൽ നമ്മൾ മീൻ വാല്യൂ തിയറം എക്സ് 0 കാരണം എക്സ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ എക്സ് 0 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ
എഫ് ഓഫ് സീറോ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു സീറോ മൈനസ് എക്സ്, വേർ സി ബിലോങ്സ് ടു എക്സ് സീറോ എന്ന് പറയാം. എക്സ് സീറോ എന്നുള്ള ഓപ്പൺ ഇൻ്റർവെല്ലാണ് സി വരുന്നത്. അപ്പോൾ എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു 1 ആണ്. മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 പ്ലസ് സി റേസ് ടു ആൽഫ മൈനസ് 1 ഇൻറ്റു മൈനസ് എക്സ് എന്ന് വരും. അപ്പം നമുക്ക് 1 മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ എക്സ് ഇൻറ്റു 1 പ്ലസ് സി റേസ് ടു ആൽഫ മൈനസ് 1 എന്ന് വരും. ഇവിടെ നമ്മൾ സി എന്ന് പറയുന്നത് എക്സിനും സീറോയ്ക്കും ഇടയ്ക്ക്, അപ്പോൾ സി ലെസ് ദാൻ സീറോയാണ്. സി ലെസ് ദാൻ സീറോ ആകുമ്പം 1 പ്ലസ് സി എന്ന് പറയുന്നത് നെഗറ്റീവ്, സി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. 1 പ്ലസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം 1 പ്ലസ് സി റേസ് ടു ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം ലെസ് ദാൻ 1 ആയിട്ടുള്ളൊരു ടേമിനെ നമ്മൾ പവർ എടുക്കുമ്പോഴത്തേക്ക് അത് ലെസ് ദാൻ 1 നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ടേം ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു ആൽഫ, ഈ ടേമിനെ നമ്മൾ ലെസ് ദാൻ 1 വെച്ച് റീപ്ലേസ് ചെയ്യും, ലെസ് ദാൻ മൈനസ് ആൽഫ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് ആൽഫ എക്സിനെ ഇങ്ങോട്ടും മറ്റേതിനെ അപ്പുറത്തോട്ടും കൊണ്ടുപോകും. ഈസ് ലെസ് ദാൻ 1 പ്ലസ് എക്സ് റേസ് ടു ആൽഫ എന്ന് വരും. അപ്പം നമുക്ക് എന്താ കിട്ടി, തിരിച്ച് പറയുവാണെങ്കിൽ 1 പ്ലസ് എക്സ് റേസ് ടു ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് ആൽഫ എക്സ് ഇഫ് മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ഇതിനെ ഇൻഇക്വാളിറ്റി 2 എന്ന് എടുക്കുക. അപ്പോൾ 1ഉം 2ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, 1 പ്ലസ് എക്സ് റേസ് ടു ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് ആൽഫ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഇഫ് ഗ്രേറ്റർ ദാൻ 0യിലും ഉണ്ട്, ഓർ മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് 1 വരുമ്പോൾ എക്സ് ഈക്വൽ ടു 0യുടെ മാത്രം നമ്മൾ പറഞ്ഞില്ല, ബാക്കിയുള്ളിടത്തെല്ലാം ഇത് ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, 1 പ്ലസ് എക്സ് റേസ് ടു ആൽഫ എന്ന് പറയുന്നത് 1 ആയിരിക്കും, 1 പ്ലസ് ആൽഫ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. Therefore, when x equal to 0, 1 plus x raised to alpha is equal to 1 plus alpha x. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 1 plus x raised to alpha x is greater than or equal to 1 plus x if x greater than minus 1. And x greater than minus 1 തൊട്ടിട്ടുണ്ട്, 0യിൽ മാത്രം ഇക്വാളിറ്റി. ഇപ്പം എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് 1 മൊത്തം ഈ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് വിത്ത് ഇക്വാളിറ്റി ഒക്കറിങ് ഒൺലി അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി ഫോർത്ത് വൺ, നമുക്ക് എയും ബിയും പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൽഫ ഇനി റിയൽ നമ്പർ സാറ്റിസ്ഫൈൻ 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1. ആൽഫ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള റിയൽ നമ്പർ ആണെങ്കിൽ എ റേസ് ടു ആൽഫ ബി റേസ് ടു 1 മൈനസ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എ പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ ഈക്വൽ ടു ബിയിൽ മാത്രം ഇത് ഈക്വൽ ആകുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ആദ്യം ഡിഫൈൻ ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ എക്സ് മൈനസ് എക്സ് റേസ് ടു ആൽഫ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം എയും ബിയും നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ 0 ആയതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ ആൽഫ എക്സ് മൈനസ് എക്സ് റേസ് ടു ആൽഫ എടുക്കുവാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, ആൽഫ മൈനസ് ആൽഫ എക്സ് റേസ് ടു ആൽഫ മൈനസ് 1. ഇനി ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം 0യ്ക്കും 1നും ഇടയ്ക്കുള്ളൊരു നമ്പറാണ് ആൽഫ. അപ്പോൾ ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ കോമൺ എടുത്ത് 1 മൈനസ് എക്സ് റേസ് ടു ആൽഫ മൈനസ് 1 എന്ന് പറയാം. വെയർ 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1 ഇംപ്ലൈസ് ആൽഫ മൈനസ് 1 ഈസ് ലെസ് ദാൻ 0. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ആൽഫ മൈനസ് 1 വേർ ആൽഫ മൈനസ് 1 ഈസ് ലെസ് ദാൻ 0. ഇതിനെ ഇൻഇക്വാളിറ്റി 1. ഇനി നമുക്ക് ആ റിസൾട്ട് നമ്മൾ അങ്ങനെ വെക്കുക. ഇനി നമുക്ക് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ആൽഫ മൈനസ് 1 ആണ്. അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്കാണ് എക്സ് എങ്കിൽ നമുക്ക് ആൽഫ മൈനസ് 1 ഈസ് ലെസ് ദാൻ 0 ആൻഡ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളപ്പോൾ, അതായത് ഈ പവർ നമുക്ക് നെഗറ്റീവാണ്, ഇതിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാണ്. ഇത് രണ്ടും കൂടെ വരുമ്പം 1 മൈനസ് എക്സ് റേസ് ടു ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കില്ല. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു ഒരു 1/2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 മൈനസ് 1/2 റേസ് ടു ഒരു നെഗറ്റീവ് നമ്പറാണ്.
1/2 റേസ് ടു ഒരു നെഗറ്റീവ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം ഇപ്പോൾ 1/2 റേസ് ടു -1 ആണെന്ന് വിചാരിക്കുക. 1/2 റേസ് ടു -1 ആണെങ്കിൽ അത് 2 വരില്ല. അപ്പോൾ 1 - 2 അത് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആൽഫ -1 ലെസ് ദാൻ 0 ആണ്. എക്സിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാകുമ്പോൾ ഈ ടേം ലെസ് ദാൻ 0 ആയിരിക്കും. ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അതിനെ ഇൻഇക്വാളിറ്റി 2 എന്നെടുത്തു. ഇനി നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്യുക. എക്സ് ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്താൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ല, നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 1, കാരണം 0 തൊട്ട് 1 വരെ നമ്മൾ നോക്കിയില്ല. ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ നമുക്കറിയാം ആൽഫ -1 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം നമുക്ക് 1 - എക്സ് റേസ് ടു ആൽഫ -1 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എക്സ് എന്ന് പറയുന്നത് വലിയ നമ്പറാണ്. ആ വലിയ നമ്പറിന് ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് എടുക്കുമ്പോഴത്തേക്കും ഇത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ 1 - ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എക്സ് നമുക്കൊരു 2 എടുത്താൽ 2 റേസ് ടു എ നെഗറ്റീവ് നമ്പർ എന്ന് പറയുമ്പം അത് 1നേക്കാളും കുറവായിരിക്കും. അപ്പോൾ 1 - ദാറ്റ് നമ്പർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. 2ഉം 3. ഇനി 2ഉം 3യും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്? 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 0യുടെ നെയ്ബർഹുഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 0യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവും 0യുടെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ എഫ് ഡാഷ് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഒരു റിലേറ്റീവ് മിനിമം അറ്റ് 1 എന്ന് പറയാലോ. എഫ് ഹാസ് എ relative minimum at x equal to 1 1ന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് x equal to 1. 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അത് ലെസ് ദാൻ 0യും റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0യും. അപ്പം ഡെറിവേറ്റീവ് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും രണ്ടും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫിനൊരു റിലേറ്റീവ് മിനിമം അറ്റ് x equal to 1 ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് 1ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ആയതുകൊണ്ട് എഫ് ഓഫ് 1 ആയിരിക്കും ചെറുത്. അപ്പോൾ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ 0 തൊട്ട് ഉള്ള വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തപ്പം 1ൽ അതിനൊരു റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. എന്നിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൽഫ മൈനസ് എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ അത് ആൽഫ -1 ഫോമിൽ വരും അല്ലേ? അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് 1 എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമം പോയിന്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 1ൽ ഒരു റിലേറ്റീവ് മിനിമം ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇക്വാളിറ്റി വരുന്നത് എപ്പോഴാണ്? ഇതും 1 വരുമ്പോഴല്ലേ ഇത് രണ്ടും ഈക്വൽ ആവുന്നുള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം നമുക്ക് 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1 എന്നുമുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുമുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് നമ്മൾ എടുത്തേക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ എക്സ് മൈനസ് എക്സ് റേസ് ടു ആൽഫയാണ്. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറയുമ്പം ആൽഫ -1 അല്ലേ? ഈ ഇക്വേഷൻ്റെ അകത്ത് എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പം ആൽഫ -1 വരും. അപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 എന്നുള്ള റിലേഷൻ എടുക്കുമ്പം ആൽഫ എക്സ് മൈനസ് എക്സ് റേസ് ടു ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ -1. ആൽഫ എക്സ് പ്ലസ് 1 മൈനസ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു ആൽഫ എന്ന് പറയും. എക്സ് റേസ് ടു ആൽഫ ഇങ്ങോട്ടും പോയി ആൽഫ -1 ഇപ്പുറത്തോട്ടും കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആൽഫ എക്സ് പ്ലസ് 1 മൈനസ് ആൽഫ, അല്ലെങ്കിൽ തിരിച്ചു പറയുവാണെങ്കിൽ എക്സ് റേസ് ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് 1 മൈനസ് ആൽഫ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1 നമുക്ക് ഇങ്ങനൊരു റിലേഷൻ കിട്ടി. ഇനി നമ്മൾ ഇൻ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ a ഗ്രേറ്റർ ദാൻ 0 b ഗ്രേറ്റർ ദാൻ 0 എടുത്തിട്ട് x ഈസ് ഈക്വൽ ടു a ബൈ ബി എന്ന് കൊടുക്കുക. നമ്മൾ x ഈക്വൽ ടു a ബൈ ബി കൊടുക്കുമ്പോൾ a ബൈ ബിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ x ഈക്വൽ ടു a ബൈ ബി കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് a ബൈ ബി റേസ് ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു a ബൈ ബി പ്ലസ് 1 മൈനസ് ആൽഫ എന്ന് വരും. അപ്പം a റേസ് ടു ആൽഫ b റേസ് ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു a ബൈ ബി പ്ലസ് 1 മൈനസ് ആൽഫ എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ എൽ സി എം കൂടെ എടുക്കാം. ഈ സൈഡിൽ എൽ സി എം നമ്മൾ ബി എടുക്കുവാണെങ്കിൽ a റേസ് ടു ആൽഫ b റേസ് ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ബി ഡിവൈഡഡ് ബൈ ബി എന്ന് പറയാമല്ലോ. ഇവിടെ ബി വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ a ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ബി എന്ന് നമുക്ക് കിട്ടും. നമുക്കിനി ഈ ബീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് സിംപ്ലൈസ് a റേസ് ടു ആൽഫ ഇൻറ്റു ബി b റേസ് ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു ബി എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? a റേസ് ടു ആൽഫ b റേസ് ടു 1 മൈനസ് 1 ബൈ ആൽഫ അല്ലേ വരുന്നത്. b റേസ് ടു 1 മൈനസ് ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ബി. നമുക്ക് ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നത് a ഈക്വൽ ടു ബി വരുവാണെങ്കിൽ നമുക്ക് എയും ബി ഈക്വൽ ആകുമ്പോൾ ഈ a ആൽഫയും ഈ a ആൽഫയും കൂടെ പോകുമ്പോൾ ഈ സൈഡ് 1 ആയിട്ട് മാറും. ഇനി a ബൈ ബി ഇത് a ഡിവൈഡഡ് ബൈ a റേസ് ടു 1 മൈനസ് ആൽഫ ആവുമല്ലോ. രണ്ടും a ആകുമ്പോൾ a റേസ് ടു 1 മൈനസ് ആൽഫ എന്ന് പറയുമ്പം ഇത് a റേസ് ടു 1 ഫോമിൽ വരും. അപ്പോൾ ഈ രണ്ട് സൈഡും a ആയിട്ട് മാറും. ഒന്നും കൂടെ പറയാം. നമ്മൾ ചെയ്ത പ്രോസസ്സ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് a റേസ് ടു ആൽഫ b റേസ് ടു 1 മൈനസ് ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ബി എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇച്ചിരി വലുതായതുകൊണ്ട് ഒന്നും കൂടെ പറയുവാണ്. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ എക്സ് മൈനസ് എക്സ് റേസ് ടു ആൽഫ എന്നെടുത്തു. ആൽഫ എക്സ് മൈനസ് എക്സ് റേസ് ടു ആൽഫ വേർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ആൽഫ മൈനസ് 1 കിട്ടി. ഇനി 0ക്കും 1നും ഇടയ്ക്കാണ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നതുകൊണ്ട് ആൽഫ മൈനസ് 1 നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇതാണ്. അവിടെ ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ് എങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. അതിൻ്റെ റീസൺ ഇതാണ്. എക്സ് റേസ് ടു ആൽഫ മൈനസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 വരും. അപ്പോൾ ഇത് ലെസ് ദാൻ 0 വരും. അപ്പോൾ നമുക്ക് 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആൽഫ മൈനസ് 1 ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, എക്സ് ലെസ് ദാൻ 1ൽ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ആ 1ൻ്റെ നെയ്ബർഹുഡിൽ നോക്കുവാണെങ്കിൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ അത് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0, ഈ റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എക്സിന് 1ൽ എഫിന് ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് 1 കൂടെ നമ്മളിവിടെ എടുക്കുവാണ്. എഫ് ഓഫ് എക്സ് ഇത്, എഫ് ഓഫ് 1 ഇത്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 സോൾവ് ചെയ്യുമ്പം നമുക്ക് എക്സ് റേസ് ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു എ ബൈ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എ റേസ് ടു ആൽഫ ബി റേസ് ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എ ബൈ ബി പ്ലസ് 1 മൈനസ് ആൽഫ. എൽ സി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ എ ബീറ്റ ബി റേസ് ടു 1 മൈനസ് ആൽഫ എ ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ബി. ഇനി നമ്മൾ എ ഈസ് ഈക്വൽ ടു ബി കൊടുത്താൽ ഇതെന്തായിട്ട് മാറും? എ റേസ് ടു ആൽഫ എ റേസ് ടു 1 മൈനസ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു എ അല്ലേ വരുന്നത്. ഇനി റൈറ്റ് സൈഡ് എടുത്താലോ എ ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ എ ഈസ് ഈക്വൽ ടു എ ആൽഫ പ്ലസ് എ മൈനസ് എ ആൽഫ ഈക്വൽ ടു എ. രണ്ട് സൈഡും എ എന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു ബി വരുമ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, അല്ലാത്തപ്പം ഇൻഇക്വാളിറ്റി കിട്ടും.